DCS സർവേ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. DCS ആപ്പ് ഓപ്പൺ ചെയ്യുക. ദെൻ മൈ ടാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് സർവേ പെൻഡിങ് എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ടാവും. അതിൽ സ്റ്റാർട്ട് സർവേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവേ ചെയ്യാനുള്ള ഏരിയയിലേക്ക് എത്തും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷനിൽ എത്താനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലേക്കുള്ള റൂട്ട് മാപ്പ് നമുക്ക് കാണിച്ചു തരും. ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം DCS ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് സർവേ ചെയ്യാനുള്ള സ്ഥലം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തത് കാണാൻ കഴിയും. ദെൻ സർവേ നമ്പർ കൺഫേം ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് സർവേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടമസ്ഥൻ്റെ പേര് കാണാൻ സാധിക്കും. ദെൻ ഫസ്റ്റ് വരുന്നത് ലാൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ് എന്ന ഓപ്ഷനാണ്. അതായത് കൃഷിയല്ലാത്ത മറ്റെന്തെങ്കിലും, എക്സാമ്പിൾ വീട്, ബിൽഡിംഗ്, പുഴ, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ഏരിയ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ സെലക്ട് ക്രോപ്പ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിൽ എന്താണോ ഉള്ളത്, വീടാണ് എങ്കിൽ ഹൗസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏരിയ എന്നൊരു ഓപ്ഷൻ വരും. എത്രയാണോ ആ വീടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ 1.53 ആണെങ്കിൽ 1.53 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻസ് കാണാം. 3 ആംഗിളിലുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫാളോ വേസ്റ്റ് ഓർ വേക്കൻറ്റ് ലാൻഡ്, അതായത് തരിശു ഭൂമി അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യേണ്ട ഏരിയ. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ടൈൽഡ് ഏരിയ ഓർ റോഡ് അത്തരത്തിലുള്ള സ്ഥലമാണ് എങ്കിൽ നോൺ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പ്രത്യേകം മാർക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഈസ് ദർ എനി ഏരിയ വിച്ച് ഈസ് ആൾറെഡി ഹാർവെസ്റ്റഡ്, അതായത് വിളവെടുപ്പ് കഴിഞ്ഞ ഏതെങ്കിലും സ്ഥലമുണ്ടോ. എക്സാമ്പിൾ വാഴ, കപ്പ, മഞ്ഞൾ, ഇഞ്ചി അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലമുണ്ട് എങ്കിൽ സെലക്ട് ക്രോപ്പിൽ അതിൻ്റെ പേര് കൊടുത്ത് എത്രയാണ് ഏരിയ എന്നത് മാർക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ കഴിയും. പെർനിയൽസ്, ബൈനിയൽ, സീസണൽ. വിളകളെ ഇങ്ങനെ 3 ഓപ്ഷനായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് പെർനിയൽസിൻ്റെ അകത്ത് തെങ്ങ്, കഴുങ്ങ്, മാവ്, പ്ലാവ്, തേക്ക് അത്തരത്തിലുള്ള വറ്റാത്ത വിഭവങ്ങൾ പെർനിയൽസിൻ്റെ അകത്തും, ബൈനിയൽസിൻ്റെ അകത്ത് വാഴ അത്തരത്തിലുള്ള ഐറ്റംസ്. സീസണിൽ എന്ന ഓപ്ഷനിലാണ് മഞ്ഞൾ, ഇഞ്ചി, ചേമ്പ്, ചേന അത്തരത്തിലുള്ള സീസൺ വിളവുകളും ആഡ് ചെയ്യേണ്ടത്. ആഡ് ക്രോപ്പ് പെർനിയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ക്രോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെല്ലാം വിളകളാണ് അതിനകത്തുള്ളത് എന്ന് കാണാൻ കഴിയും. ദെൻ എക്സാമ്പിൾ